എന്താണ് അല്ലീൻ എന്ന് പറഞ്ഞാൽ? അല്ലീൻസ് എന്ന് പറഞ്ഞാൽ അല്ലീൻസ് ആർ സിംപ്ലസ്റ്റ് കുമിലീൻസ് ആണ്. ഓക്കെ, അല്ലീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലീൻസ് ആർ simplest cumulines ആണ്. ഓക്കെ, സോ അല്ലീൻസ് ആർ കോൾഡ്, അല്ലെങ്കിൽ അല്ലീൻസ് ആർ ദി സിംപ്ലസ്റ്റ് ക്യുമിലീൻസ്. അപ്പോൾ നമുക്ക് ക്യുമിലീൻ എന്താണെന്ന് അറിയണം. സോ ക്യുമിലീൻ എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട് കണ്ടെയ്ൻ 2 or more adjacent carbon atoms bonded by double bond. ഓക്കെ, അപ്പൊ 2 അതിലധികമോ കാർബൺ ആറ്റംസ്. ഓക്കെ, നോട്ട് 2, 3 or more adjacent carbon atoms are bonded by double bonds. അപ്പോൾ ഇവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. 1, 2, 3. ഈ 3 കാർബൺ ആറ്റംസ് അഡ്ജസന്റ് ആറ്റംസ് ആണ്. അവര് ഡബിൾ ബോണ്ട് വഴി ബോണ്ട് ചെയ്തിട്ടാണെങ്കിൽ അവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യുമിലീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ക്യുമിലീൻസ്? The compound contain 3 or more adjacent carbon atoms are bonded by double bonds is called cumulines. So ഇതിനെയാണ് നമ്മൾ ക്യുമിലീൻ എന്ന് പറയുന്നത്. This is AB and here also AB. Okay, so ഇതാണ് നമ്മളെ ക്യുമിലീൻ എന്ന് പറയുന്നത്. And such bonds are known as cumulated double bonds. അതിനെ വിളിക്കുന്ന പേരാണ് cumulated double bonds എന്ന് പറയുന്നത്. So what do you mean by cumulene? See, allenes എന്ന് പറഞ്ഞാൽ they are simplest cumulines ആണ്. അവരെ നമ്മൾ ക്യുമിലീൻസിൽ ചെറിയ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്യുമിലീൻസിലാണ് നമ്മൾ അല്ലീൻസ് എന്ന് പറയുന്നത്. സോ അപ്പൊ ക്യുമിലീൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയണം. 3 or more adjacent carbon atoms are bonded by double bond is known as cumulines, and such bonds are known as cumulated double bonds. Okay, so the definition is, the definition idana: the compound contain 3 or more adjacent carbon atoms, 3 or more adjacent carbon atoms bonded by double bonds are called cumulines. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യുമിലീൻസ് എന്ന് പറയുന്നത്. And such bonds are called cumulated double bonds. എന്നാണ് പറയാം, ഡബിൾ ബോണ്ട്സ്. ഓക്കെ, അതിന്റെ ആ ബോണ്ടിനെ നമ്മൾ cumulated double bonds എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആളുകളെയാണ്, ഇതിന്റെ സിംപ്ലസ്റ്റ് വേർഷനെയാണ് നമ്മൾ അല്ലീൻസ് എന്ന് പറയുന്നത്. അതിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, മോളിക്യുലർ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ക്യുമിലീൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ സിംപ്ലസ്റ്റ് ക്യുമിലീനെയാണ് നമ്മൾ അല്ലീൻ എന്ന് പറയുന്നത്. അപ്പൊ എനിവേ, ക്യുമിലീൻസ് കണ്ടെയ്ൻ ഈവൻ നമ്പർ ഓഫ് cumulated double bonds. ഓക്കെ, ശ്രദ്ധിക്കുക. Next point is cumulene contains even number of cumulines contain even number of cumulated double bonds. എന്ന് വെച്ചാൽ ഈ ക്യുമിലീനകത്ത് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് ആണ് ഉള്ളതെങ്കിൽ, ഡബിൾ ബോണ്ട്സ് and different groups are attached to the terminal carbon or exhibit stereoisomerism. Okay, that is very important, especially optical isomerism. അപ്പം നമ്മൾ കയ്യിലൊരു ക്യുമിലീൻ ഉണ്ട്. ആ ക്യുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സിന്റെ എണ്ണം, ഫോർ എക്സാമ്പിൾ double bond C. സോ ദിസ് ഇസ് എ ക്യുമിലീൻ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, 3 കാർബൺ ആറ്റംസ് ഉണ്ട്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2 ഉണ്ട്. ഇറ്റ്സ് an even number, right? It's an even number of cumulated double bonds. And also the terminal carbon contain 2 different groups. For example, here A and here B. Okay, here A and here B. Anyway, so this is B, and here also A and here B. So ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ it exhibits
stereoisomerism, that is optical isomerism. ഇങ്ങനെയാണ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട് ആണ്, കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ആണ് ഉള്ളത്. അതേപോലെ അതിന്റെ ടെർമിനൽ കാർബൺ, അതായത് ഈ കാർബണകത്തും ഈ സൈഡിലുള്ള കാർബണകത്തും വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഡിഫറെന്റ് ആവാന്ന് പറഞ്ഞാൽ ഈ കാർബണകത്ത് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, എ ആൻഡ് ബി. അത് ഡിഫറെന്റ് ആണ്, ഒന്ന് എ ആണ് ഒന്ന് ബി ആണ്. ഓക്കെ, ഇവിടെ എ ഉണ്ട്, അതായത് ഫസ്റ്റ് ടെർമിനൽ കാർബണാറ്റ് ആണ് ഇതെന്ന് വിചാരിക്കുക, ഇത് സെക്കൻഡ് ടെർമിനൽ കാർബണാറ്റ് എന്ന് വിചാരിക്കുക. സോ ഇവിടെയാണ് ഇവിടെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കാർബണാറ്റത്തിലുള്ള രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, അതായത് ദിസ് എ ആൻഡ് ദിസ് ബി, ഇത് രണ്ടും സെയിം ആവാൻ പാടില്ല. ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ദിസ് കോമ്പൗണ്ട് ഷോസ് സ്റ്റീരിയോ ഐസോമറിസം, എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഐസോമറിസം. സോ അപ്പൊ നമ്മൾ ഇതിന്റെ മിറർ ഇമേജ് ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതിന്റെ മിറർ ഇമേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി ആൻഡ് ഹിയർ സി double bond C, and like this way, this is A and this is B. So this is the its stereoisomer അല്ലെങ്കിൽ optical isomer, and they are enantiomers. ഇവരെന്താണ്? enantiomerകളായിരിക്കും. enantiomers എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് മിറർ ഇമേജുകളാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് മിറർ ഇമേജസ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് മിറർ images are called enantiomers. അപ്പോ ശ്രദ്ധിക്കുക, കുമുലിൻ എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റംസ്, അഡ്ജസന്റ് കാർബൺ ആറ്റംസ് ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കുമുലിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഡബിൾ ബോണ്ട്സ് ആർ നോൺ ആസ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ്. അപ്പൊ ഇവിടെ 2 കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. കാർബൺ ആറ്റം 3 ആണെങ്കിലും കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സിന്റെ എണ്ണം എത്രയാണ്? 2 ഈവൻ നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ഈവൻ നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ടാകും വേണം. ആൻഡ് ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ടെർമിനൽ കാർബൺ. ടെർമിനൽ കാർബണകത്ത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി ആൻഡ് ഹിയർ ഓൾസോ എ ആൻഡ് ബി. സോ ടെർമിനൽ കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണെങ്കിൽ ദേ ഷോസ് ഓർ ദേ എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം, എസ്പെഷ്യലി സ്റ്റീരിയോഐസോമറിസം, എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, എന്നാൽ ഇതേ കോമ്പൗണ്ട് നമ്മൾ വേറെ രീതി എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു കോമ്പൗണ്ട് എടുക്കുന്നു. സോ ദിസ് കോമ്പൗണ്ട് കണ്ടെയ്ൻ 3 carbon atom and 2 cumulative double bonds. It's an even number. It's even number, but here A and here also A. So and here A and here B. So this carbon contain the first carbon. This is first carbon, and this carbon contain 2 different groups are attached to the terminal carbon. But in this case, the second terminal carbon atom attached to identical group. 2 identical groups, so therefore it does not show any optical isomerism, or it is optically inactive. So it is optically inactive. Okay, അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് ഇത്. ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്? ഇവിടെ ഉള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ ഈവൻ നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ആണ്. ഇറ്റ്സ് എൻ ഈവൻ നമ്പർ. ആൻഡ് ഓൾസോ ഈ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ 2 ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ബട്ട് ദ സെക്കൻഡ് ടെർമിനൽ കാർബൺ കണ്ടെയ്ൻ ദ സെയിം ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ഹിയർ. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അപ്പൊ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ആൻഡ് ടെർമിനൽ കാർബൺ ആറ്റം അറ്റാച്ചസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, എന്നാൽ അവർ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? ഹലോ, നിങ്ങൾ ആരെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞത്? ഓക്കെ, സോ നെക്സ്റ്റ് we are going to discuss the cumulated or the cumulene contain odd number of cumulated double bonds. The cumulene contain odd number of double bonds. Odd number of ഡബിൾ ബോണ്ട്സ്, അതായത് ഒരു കുമിലിനകത്ത് ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് ആണല്ലോ എന്ന് വിചാരിക്കാം. ഓക്കെ, ദേ ഷോസ്, അങ്ങനെയാണെങ്കിൽ അവരെന്താ കാണിക്കാന്ന് ചോദിച്ചാൽ ദേ ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം. ദേ ഷോസ് ജിയോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, അവരെന്താ കാണിക്കുക? ജോമെട്രിക്കൽ ഐസോമറിസം ആണ് കാണിക്കുക. ഓക്കെ, അപ്പോ അതായത് ഓഡ് നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ആണെങ്കിൽ, odd number of cumulated double bonds, odd number of cumulated double bonds. Okay, ആണെങ്കിൽ അവരെന്ത് കാണിക്കുന്ന പറഞ്ഞത് ജോമെട്രിക്കൽ ഐസോമറിസം. ഫോർ എക്സാമ്പിൾ C double bond C. So now it is an even number of double bond and
again one C double bond C. ഇതാണ് കാണിക്കുന്നതെങ്കിൽ and this is A and this is B and here A and this is B. Okay, and here A and here B. So the same groups are present in same side, so therefore it's a cis isomer. ഇനി എയും ബിയും ഓപ്പോസിറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ ട്രാൻസ് ഐസോമർ. ഇങ്ങനത്തെ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഓഡ് നമ്പർ ഓഫ് cumulative double bonds ഉണ്ടെങ്കിൽ, so now here 1 2 3 and 3 double bonds in an odd number, so odd number of cumulative double bonds ആണെന്നുണ്ടെങ്കിൽ they shows geometrical isomerism. Geometrical isomerism. Okay, geometrical isomerism. And next we are going to discuss if one of the double bond of the allenes are replaced by a ring. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അല്ലീൻസ് ഉണ്ടല്ലോ, അല്ലീൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അല്ലീൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന അല്ലീൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന അല്ലീൻസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? അവിടെ എന്തുണ്ടാവാൻ പാടുള്ളൂ? ഈവൻ നമ്പർ ഓഫ് കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, എന്താണ്? ടെർമിനൽ കാർബൺ ആറ്റത്തിൽ എന്ത് വേണം? ഡിഫറെന്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും വേണം. ആ ഒരു പിന്നെ കുമുലേറ്റഡ് ഡബിൾ ബോണ്ട്സിലെ അല്ലെങ്കിൽ കുമുലിൻസിലെ അല്ലെങ്കിൽ അല്ലീൻസിലെ ഒരു ഡബിൾ ബോണ്ട് നമ്മൾ അവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാർബൺ നമ്മൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അതിന് പകരം അതിന് അവിടെ ഒരു റിംഗ് ആണ് വന്ന് അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് എ റിംഗ് അറ്റാച്ചസ് ടു ദിസ് കാർബൺ. ഒരു റിംഗ് ആണ് അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ റിംഗ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും it also shows what? Optical isomerism. It shows optical isomerism. C double bond O, single bond OH, and here H. And this compound also shows optical isomerism. Idum endu kanikkum? Optical isomerism kanikkum. Optical isomerism kanikkunnadayirikkum. Okay, so what is the next point? If one of the double bond of allenes, one of the double bond of allene, double bond of allenes are replaced by a ring. ഒരു റിംഗ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ such compounds will also shows stereoisomerism or optical isomerism. ഓക്കെ, അപ്പോൾ നമ്മളെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ഉണ്ടാവണം. അതായത് എന്താണ്? ടെർമിനൽ കാർബൺ ആറ്റത്തിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കണം. അതേപോലെ ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ആയിരിക്കണം. ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് എന്ത് ചെയ്യണം? റിംഗ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ ശരിക്കും ഇവിടെയും ഡബിൾ ബോണ്ടാണ്, ഇവിടെയും ഡബിൾ ബോണ്ടാണ് വരേണ്ടിയിരുന്നത്. ലെറ്റ്സ് എ കാർബൺ. സോ ഇവിടെയും ഡബിൾ ബോണ്ടാണ് വരേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു റിംഗ് ആണ് അതിന്റെ ഇടയിൽ വന്നതെങ്കിലും അതെന്ത് ചെയ്യും? ദാറ്റ് ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അവരെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണം. ആൻഡ് ദ കണ്ടീഷൻ ഇസ് ദ ടെർമിനൽ കാർബൺ അറ്റാച്ചസ് ഡിഫറെന്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഇവരെന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീരിയോ ഐസോമറിസം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. And next we are going to discuss about stereochemistry of spiranes. Stereochemistry of spiranes. Stereochemistry of spiranes. Stereochemistry of spiranes. അപ്പോൾ stereochemistry of spiranes എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ അല്ലീൻസ് പറഞ്ഞു, ഈ കുമുലിൻസ് പറഞ്ഞു. ആ കുമുലിൻസിലുള്ള ഡബിൾ ബോണ്ട് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് നേരെ റിംഗ് വന്ന് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ the double bonds of the allenes are replaced by ring, right? double bonds of allenes are replaced by ring. Is called spiranes. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അല്ലീൻസിലുള്ള ഡബിൾ ബോണ്ട് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് അവിടെ റിംഗ് ആണ് വരുന്നതെങ്കിൽ, ബാക്കി കാർബൺ ആറ്റംസ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ ഡബിൾ ബോണ്ട് മാറി അവിടെ റിംഗ് ആണ് വരുന്നതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പൈറൈൻസിന്റെ ശ്രദ്ധിക്കുക, ഈ സ്പൈറൈൻസിന് ടെർമിനൽ കാർബൺ ആറ്റംസ് ഉണ്ടാവുമല്ലോ. ദ ടെർമിനൽ കാർബൺ കണ്ടെയ്ൻ their terminal carbon
contains different substituents. Different substituents also shows optical isomerism. Okay, so അവരും എന്ത് ചെയ്യും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. സോ അപ്പൊ നമ്മൾ ആദ്യം സ്പൈറൈൻസ് ആരാന്ന് മനസ്സിലാക്കാൻ പോവാണ്. സ്പൈറൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പൈറൈൻ. അതിന് IUPAC നെയിമിംഗ് ഒക്കെ ഉണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഈസ് സ്പൈറൈൻ. സോ ദ two rings are connected in a single carbon. അല്ലേ, ഒരു രണ്ട് റിങ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ കാർബണിലാണ്. സോ ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് എ സ്പൈറൈൻ. എന്നാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, രണ്ട് റിങ്ങുകൾ തമ്മിൽ ഒരു ബോണ്ട് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ദേ ആർ കോൾഡ് ബൈസൈക്ലിക് കോമ്പൗണ്ട്സ്. ദേ ആർ കോൾഡ് ബൈസൈക്ലിക്. ഓക്കെ, ബൈസൈക്ലിക് കോമ്പൗണ്ട്സ്, അവരെ നമ്മൾ ബൈസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് പറയാം. ബട്ട് അവര് ഒരൊറ്റ കാർബണിൽ തന്നെ ജോയിന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അവര് ഒരൊറ്റ കാർബണിൽ തന്നെ ജോയിന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ കോൾഡ് സ്പൈറൈൻസ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈറൈൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ ഞാനിവിടെ എഴുതുന്നതൊക്കെ സ്പൈറൈൻസ് ആണ്. സി ഹിയർ 3 കാർബൺ ആറ്റംസ്. ഇത് 3 കാർബൺ ആറ്റംസിലെ ഒരു കോമ്പൗണ്ട് ആണ്. അവിടെ തന്നെ അതേ കാർബൺ തന്നെ വേറൊരു 3 കാർബൺസിലെ കോമ്പൗണ്ട് ഉണ്ടായിരിക്കും. So this is what is called. So 2 rings are connected by this carbon, single carbon. So they are called spirales. Another example is, this is a 4-membered ring, and here it is a 3-membered ring. Okay, it's also a spiral. And there is a 5-membered ring. It's a 5-membered ring, and 2 5-membered rings are connected by a single carbon. It is called as spirales. So spirales, അവരെ നമ്മൾ എന്ത് പറയും? സ്പൈറൈൻസ് എന്ന് പറയും. എന്നാൽ രണ്ട് റിങ്ങുകൾ തമ്മിൽ ഒരു ബോണ്ടിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ദേ ആർ കോൾഡ് ബൈസൈക്ലിക് കോമ്പൗണ്ട്സ്. അവരെ നമ്മൾ ബൈസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ എനിവേ ഈ സ്പൈറൈൻസ് ഉണ്ടല്ലോ, ഈ സ്പൈറൈൻസും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും എപ്പോൾ അതിന്റെ ടെർമിനൽ കാർബണിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് ഓർ ദേ ആർ ഓൾസോ ഷോസ് വാട്ട് optical isomerism. For example, നമ്മൾ ഒരു സ്പൈറൈൻ വരയ്ക്കാൻ പോകുന്നു. So it's a spirine, 4-membered ring ആണ്. And another 4-membered ring like this ways. So it's a 4-membered ring. ഞാൻ ഇവിടെ ഡാർക്ക് ആയി കൊടുക്കുന്നുണ്ട്. It's above the plane, and നേരത്തെ ഡാഷ് ലൈനിൽ കൊടുത്തത് it's below the plane. Okay, and the terminal carbon, this is the terminal carbon, it is attached by A and B, and here also A and B. So this compound shows optical isomerism. ഇതിന്റെ മിറർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒപ്റ്റിക്കൽ ഇനാൻഷ്യോമർ കിട്ടും, ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ. സോ അപ്പൊ ഈ റിങ്ങുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിങ്ങുകൾ തമ്മിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ റിങ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഈ സ്ക്രീനിലെ പ്ലെയിനിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ റിങ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ സ്ക്രീനിലാണ് ഫസ്റ്റത്തെ റിങ് കിടക്കുന്നത് പാരലായിട്ട്. എന്നാൽ രണ്ടാമത്തെ റിങ് എന്ന് പറയുന്നത് ആ മൊബൈലിന്റെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഈ അബവ് ദ പ്ലെയിനിൽ കിടക്കുന്നത്, ഈ ഷാർപ്പായിട്ട് കൊടുക്കുന്ന ഈ ഒരു ഭാഗം മൊബൈലിന്റെ സ്ക്രീനിന്റെ മുകളിലേക്കും, ഈ ബിലോ ദ പ്ലെയിനിൽ കാണിക്കുന്ന ഈ ഭാഗം മൊബൈലിന്റെ സ്ക്രീനിന്റെ താഴേക്കും ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. സോ 2 rings are perpendicular to each other. Okay, the 2 rings are perpendicular to each other. So അത്തരം കോമ്പൗണ്ടുകൾ, so therefore their planarity is lost. അവർക്ക് പ്ലനാരിറ്റി ഉണ്ടാവില്ല. സോ പ്ലനാരിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. ഒരു പ്ലെയിനിലല്ല ഈ പറയുന്ന കോമ്പൗണ്ട് നിൽക്കുന്നത്. മാത്രമല്ല അതിന്റെ ടെർമിനൽ കാർബൺ ആറ്റത്തുമ്മേ ഡിഫറെന്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they shows optical isomerism. Okay, they shows optical isomerism. അവരെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. Okay, and similarly stereochemistry of biphenyls. So next we are going to discuss about stereochemistry of biphenyls. Clear ആണോ പറഞ്ഞത്? Any doubt? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ. Stereochemistry of biphenyls. So stereochemistry of biphenyls. So what are biphenyls? രണ്ട് ഫിനൈൽ റിങ്ങുകൾ തമ്മിൽ, this is a phenyl group and another phenyl group. So ഈ രണ്ട് ഫിനൈൽ റിങ്ങുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് through a single bond carbon. Through a single bond is known as a biphenyl. This is what is called a biphenyl.
This is what is called a biphenyl. Okay, ഇതിനെയാണ് നമ്മൾ ബൈഫിനൈൽ എന്ന് പറയുന്നത്. സി ഈ ബൈഫിനൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിലെ ബോണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. സോ ദർ ഇസ് എ ഫ്രീ റൊട്ടേഷൻ ഓഫ് ദ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഈസ് പോസിബിൾ. സോ അപ്പോൾ ഇവിടെ തമ്മിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിക്യൂൾ ഒരു പ്ലെയിനിലേക്കൊക്കെ ആക്കി മാറ്റാൻ പറ്റും. സോ ഹിയർ ദ ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ, ദെയർഫോർ there is no stereoisomerism exhibit. Okay, അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല, stereoisomerism, no stereoisomerism or no optical isomerism or stereoisomerism, optical isomerism. എന്നാൽ ഇതിന്റെ ഓർത്തോ പൊസിഷനിനകത്ത് ഈ രണ്ട് ഫിനൈൽ റിംഗിന്റെയും ഓർത്തോ പൊസിഷൻ, ഓക്കെ ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ദ സെക്കൻഡ് ഫിനൈൽ ഗ്രൂപ്പ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഫിനൈൽ ഗ്രൂപ്പ്, this is the second phenyl group, and the ortho position of the first phenyl group is attached by A and another ortho position is attached by B, and here also A and here B. If the A and B are, if A and B are a bulky group, are a bulky group, are bulky അത് വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ, bulky ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, so what happened, അവരുടെ റൊട്ടേഷൻ എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, if this A and B are a bulkiest group, എയും ബിയും bulkiest ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, as a result of this bulkiest group, the rotation, free rotation is restricted. Okay, the free rotation due to the bulky group, the free rotation is restricted. Okay, restricted. Free rotation restrict ചെയ്യപ്പെടും. So free rotation restrict ചെയ്യുന്നു, and the planarity of the compound resulting the planarity will be lost. അതിന്റെ planarity നഷ്ടപ്പെടും, അതേപോലെ അതിന് ഫ്രീ റൊട്ടേഷനും ഉണ്ടാവില്ല. So such compounds are optically active. Such compounds are optically active. അത്തരം കോമ്പൗണ്ടുകൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും. നമ്മളിപ്പോ ഒരു സാധാരണ ബൈഫിനൈൽസ് എടുക്കുക, ഒരു നോർമൽ ബൈഫിനൈൽസ് എടുക്കുക, ആ നോർമൽ ബൈഫിനൈൽസിനകത്തും ഈ ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിൽ ആറ്റംസ് ഉണ്ട് അല്ലെ. ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ ആറ്റംസ് ഉണ്ട്. ഏതാണ് ആറ്റംസ്? ഹൈഡ്രജൻ ആണ്. ഇവിടെയും ഓൾറെഡി ഹൈഡ്രജൻ ഉണ്ട്. ബട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്നത് വെരി വെരി സ്മോളർ ആറ്റംസ്, വളരെ സ്മോളർ ആയിട്ടുള്ള ഒരു ആറ്റം ആയതുകൊണ്ട് അവിടെ എന്ത് നടക്കും? ഫ്രീ റൊട്ടേഷൻസ് നടക്കും. അതേപോലെ ഇവിടുത്തെ റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നില്ല. So therefore it is optically inactive, or otherwise ഇവിടുത്തെ ഏതെങ്കിലും ഒരു എന്താണ് ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ ഫ്ലൂറിനോ അങ്ങനത്തെ ഏതെങ്കിലും വളരെ ചെറിയ സൈസുള്ള ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് അവിടെ റൊട്ടേഷൻ സാധ്യമാണ്. സോ therefore they are optically inactive. Okay, optically inactive. എന്നാൽ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ, സെയിം മോളിക്യൂൾ എടുക്കാം, പക്ഷെ അതിന്റെ ഓർത്തോ പൊസിഷൻ അകത്തുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. So for example, here the COOH group, it's a bulky group, and here NO2 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പ് എടുക്കാം, അല്ലെങ്കിൽ ക്ലോറിൻ. ഓക്കെ, and here also COOH and here Cl. So now the COOH group and COOH group is a heavy or bulkiest group, so therefore its rotation is restricted, and the planarity also will be lost. Planarity nashtapadum, rotation sadhyamalla. So therefore they shows optical or optically active. Appo adha optically active aayirikkum. Okay, appo smaller ആയിട്ടുള്ള ആറ്റംസ് ആണ് ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ വരുന്നതെങ്കിൽ, and one more thing, smaller ആയിട്ടുള്ള ആറ്റംസ് മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ പ്ലെയിൻ ഓഫ് സിമെട്രിയോ അല്ലെങ്കിൽ ആക്സ് ഓഫ് സിമെട്രിയോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സ് ഓഫ് സിമെട്രിയോ ഉണ്ടാകാൻ പാടില്ല. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം ഇവിടെ അല്ലെങ്കിൽ ഫസ്റ്റത്തെ റിംഗ്, ദിസ് ഇസ് ഫസ്റ്റത്തെ റിംഗ്, ദിസ് ഇസ് ദ ഫസ്റ്റ് റിംഗ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് റിംഗ്. സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഇത് ആദ്യത്തെ റിംഗിന് നമ്മൾ എ എന്നും രണ്ടാമത്തെ റിംഗിന് നമ്മൾ ബി എന്നും കൊടുക്കുകയാണെങ്കിൽ ആ എയിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓർത്തോയിൽ COOH ഉണ്ട്, അതേപോലെ അടുത്ത ഓർത്തോ പൊസിഷനിലും ഒരു ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് Cl. ആ രണ്ട് ഗ്രൂപ്പ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഡിഫറെന്റ്. അത് ഡിഫറെന്റ് ആയിരിക്കണം. ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ അത് എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുള്ളൂ. ഒരേപോലത്തെ ഗ്രൂപ്പുകളോട് അറ്റാച്ച് ചെയ്തിരിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? റെസ്ട്രിക്ഷൻസ് ഒന്നും സാധ്യമല്ലെങ്കിലും അവിടെ എന്തുണ്ടാവും? സിമെട്രി, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. അതുകൊണ്ട് ഒരേ ഗ്രൂപ്പ് വരാൻ പാടില്ല. ടെർമിനൽ, അതായത് ഓർത്തോ പൊസിഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യും വേണം. അത് ബൾക്കി ഗ്രൂപ്പ് ആയിരിക്കും വേണം. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഉണ്ടെങ്കിലും റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന കേസ് ഉണ്ട്. ഓക്കെ, അത് എക്സെപ്ഷണൽ കേസാണ്. നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുമ്പോൾ പറയാം. അതായത് എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. ഇതൊരു ഫിനൈൽ റിങ്, ഇത് രണ്ടാമത്തെ ഫിനൈൽ റിങ്.
റൈറ്റ്, രണ്ടാമത്തെ ഫിനൈൽ റിംഗ്. അപ്പൊ ഇവിടെ മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ COOET അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ അപ്പൊ ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുമെന്ന് ചോദിച്ചാൽ ഓൾസോ ഇറ്റ് ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. വൈ ഇറ്റ് ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം? ബിക്കോസ് ഇവിടെ ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആളുണ്ട് ഓൾറെഡി. സോ അപ്പോൾ ഇതൊരു ബൾക്കി ഗ്രൂപ്പ് ആകുന്ന സമയത്ത്, അതായത് എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്ന ബൾക്കി ഗ്രൂപ്പ്, ഞാൻ എക്സാമ്പിൾ എടുത്തുന്നുള്ളൂ COET എന്ന് പറയുന്നത്, അതേപോലത്തെ ചില ബൾക്കിയസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു സൈഡിൽ മാത്രം വന്നാൽ പോലും റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യപ്പെടും. സോ therefore and planarity will be lost, പ്ലനാരിറ്റി നഷ്ടപ്പെടും. സോ therefore they shows optical isomerism. അങ്ങനത്തെ വളരെ ചുരുക്കം കോമ്പൗണ്ടുകൾ, എക്സെപ്ഷണൽ കേസുകൾ മാത്രമാണ് ഉള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എവിടെയും കാണുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോർമൽ കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഈ ഓർത്തോ പൊസിഷനിൽ, രണ്ട് ഓർത്തോ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കണം, അത് ബൾക്കി ആയിരിക്കണം ആൻഡ് ഡിഫറെന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് എന്ത് കാണിക്കുള്ളൂ, സ്റ്റീരിയോ ഐസോമറിസം കാണിക്കുള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള കൈറാൽ കാർബൺ, അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കൈറാൽ കാർബൺ, ആ കൈറാൽ കാർബൺ ആറ്റത്തിൽ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. പ്ലനാരിറ്റി അല്ലെങ്കിൽ അതിന്റെ എലമെന്റ് ഓഫ് സിമെട്രി ഒക്കെ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുമെന്നും, ആ മിറർ ഇമേജുകളെയാണ് നമ്മൾ എനാൻഷ്യോമർ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ എനാൻഷ്യോമറിനെ കുറിച്ചും ഡാസ്റ്റിരിയോമറിനെ കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കത് വേറൊരു ക്ലാസ്സിൽ എനാൻഷ്യോമർ, ഡാസ്റ്റിരിയോമേഴ്സ്, അതേപോലെ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, അതിൽ മീസോ കോമ്പൗണ്ട്സ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി nomenclature, RNS nomenclature of or stereochemistry of allenes, spirines and biphenyls. Okay, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റെഡിയാണോ? പറഞ്ഞില്ല, അത് ഒന്നുകൂടെ പറയോ? ബൈഫിനൽസ് നമ്മൾ പറഞ്ഞല്ലോ. പറഞ്ഞു, അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് ബൈഫിനൽസ് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ബൈഫിനൽസ് ഇത്രേ ഉള്ളൂ. ഒരു ഫിനൈൽ ഗ്രൂപ്പ് എടുക്കാം, ഫിനൈൽ റിംഗ് നിങ്ങൾക്ക് അറിയണ്ടാവും. അത് മറ്റൊരു ഫിനൈൽ റിംഗുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഫിനൈൽ റിംഗുകൾ കണക്ട് ആവും. ഇതിനെയാണ് നമ്മൾ ബൈഫിനൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈഫിനൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈഫിനൈൽസിന്റെ പ്രത്യേകത, വെറും ബൈഫിനൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ലാതെ, ഇതൊരു ഓർത്തോ ആണ്, ഇതൊരു ഓർത്തോ പൊസിഷൻ ആണ്, ഇത് ഓർത്തോ ആണ്, ഇത് ഓർത്തോ ആണ്. ആദ്യത്തെ റിംഗിന്റെ രണ്ട് ഓർത്തോ പൊസിഷൻ, രണ്ടാമത്തെ റിംഗിന്റെ രണ്ട് ഓർത്തോ പൊസിഷൻസ്. ഓക്കെ, അപ്പൊ അവിടെ ഹൈഡ്രജൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും, ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. എന്നാൽ ഇവിടെ ഒരു ബൾക്കി ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീ റൊട്ടേഷൻ അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ എന്താണ്, അതിന്റെ പ്ലനാരിറ്റി ലോസ് ആവുന്നു. സോ ദേ ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ദേ ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ ഈ രണ്ട് ഓർത്തോ പൊസിഷനിലും ഡിഫറെന്റ് ഗ്രൂപ്പ് ആവുകയാണ്. വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? ഈ പറയുന്ന ഓർത്തോ പൊസിഷനിൽ. സോ ഇതൊരു ഓർത്തോ പൊസിഷൻ ആണ്, ഈ ഫസ്റ്റത്തെ റിംഗിന്റെ കേസാണ് പറയുന്നത്, ഇതൊരു ഓർത്തോ പൊസിഷൻ ആണ്. ആ രണ്ട് സ്ഥലത്തും ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുകയും വേണം. മാത്രമല്ല അത് ബൾക്കി ഗ്രൂപ്പ് ആവുകയും വേണം. ഓക്കെ, ഇപ്പോൾ ഡിഫറെന്റ് ഗ്രൂപ്പാണ്, പക്ഷെ വളരെ ചെറിയ സൈസിൽ ആറ്റാണെങ്കിലും റൊട്ടേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും. പക്ഷെ ബൾക്കി ഗ്രൂപ്പ് ആണ്, ഡിഫറെന്റ് ആണെങ്കിൽ ദേ ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അവർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്കൽ ഐസോമറിസം ആരൊക്കെ കാണിക്കും, അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമറിസം, എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഐസോമറിസം ആരൊക്കെ കാണിക്കും? അല്ലീൻസ് കാണിക്കും, സ്പൈറൈൻസ് കാണിക്കും ആൻഡ് ബൈഫിനൈൽസും കാണിക്കും. ഓക്കെ, ബൈഫിനൈൽസും കാണിക്കും. അവരൊക്കെ എപ്പോഴാണ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് RNS നോമൻക്ലേച്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബൈഫിനൈൽസിന്റെ പേര് കൊടുക്കുന്നുണ്ട്, IUPAC നോമൻക്ലേച്ചർ, ആൻഡ് സ്പൈറൈൻസ് ഓൾസോ ഹാവ് എൻ IUPAC നോമൻക്ലേച്ചർ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് വേണമെങ്കിൽ വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് IUPAC നെയിമിംഗ് ഓഫ് സ്പൈറൈൻസ്, ബൈഫിനൈൽസ് ഒക്കെ എങ്ങനെ കൊടുക്കണം നമുക്ക് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RNS നോമൻക്ലേച്ചർ പറഞ്ഞിരുന്നു. ആ RNS നോമൻക്ലേച്ചറിൽ നോർമൽ കോമ്പൗണ്ട്സിൽ വരുന്ന RNS നോമൻക്ലേച്ചർ ആണ് പറഞ്ഞത്. ഓക്കെ, RNS നെയിമിംഗ് അല്ലെങ്കിൽ RNS കോൺഫിഗറേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നോർമൽ കോമ്പൗണ്ട്സിനാണ് പറഞ്ഞത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RNS കോൺഫിഗറേഷൻസ് ഓഫ് അല്ലീൻസ്, സ്പൈറൈൻസ് ആൻഡ് ബൈഫിനൈൽസ്.
and biphenyls. Okay, so ഇതിന്റെ RNS configurations ആണ് പറയാൻ പോകുന്നത്. ആരൊക്കെ RNS configurations ആണ് പറയാൻ പോകുന്നത്? ഒന്ന് അല്ലീൻസ് ആണ്, മറ്റൊന്ന് സ്പൈറൈൻസ് ആണ്, മറ്റൊന്ന് ബൈഫിനൈൽസ് ആണ്. ഇവരുടെ RNS nomenclature ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവരുടെ RNS nomenclature ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു അല്ലീൻ എടുക്കാം. അല്ലീനിന്റെ RNS നെയിമിംഗ് എങ്ങനെ കൊടുക്കുന്നത്? ഇതിന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വഴി മാത്രമാണ് പറയുന്നത്. ഓക്കെ, so C double bond C double bond C, and there is a COOH group, and here there is a H. Okay, and here H, and here COOH. അപ്പോൾ നമ്മളെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് ഈവൻ നമ്പർ ഓഫ് ദിസ് ഫസ്റ്റ് cumulative double bond, and this is second cumulative double bond. So there is a even number of cumulative double bond. Or even number of cumulative double bonds. So even number of cumulative double bonds are then terminal carbon atom for a different group and attached. The first carbon atom under different group and second terminal carbon atom under different substituents. So therefore they are optically active. Now this compound mottham configuration and the absolute configuration and the R and S. It's a glutaric acid. This is glutaric acid. Okay, glutaric acid. Glutaric acid, COO, C double bond C, C double bond C, C double bond C, COH. Okay, so this is glutaric acid. Now, this glutaric acid absolute configuration. Is it R or S? Is R configuration or S configuration? Now, here is above the plane and below the plane. Okay, so that's the side. അല്ലാത്ത സൈഡിൽ നിന്ന് എന്തിനാണ് അങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് വിചാരിക്കുക. അപ്പൊ ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ കാർബൺ ആറ്റം എടുക്കാം, ദിസ് കാർബൺ, റൈറ്റ്. ഈ കാർബൺ ആറ്റത്തിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഒന്ന് COOH, രണ്ടാമത്തെ H. സോ COOH നാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. സോ ദിസ് ഇസ് നമ്പർ 1. അതിന്റെ മുമ്പായിട്ട് ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഒരു ലൈൻ ഇതിലൂടെ ഇങ്ങനെ വരയ്ക്കുക. ക്ലിയർ? സോ ദിസ് ഇസ് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് നമ്പർ 2. ഇതാണ് നമ്പർ 2. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ടെർമിനൽ കാർബൺ ആറ്റം എടുക്കുക. ദിസ് ഇസ് സെക്കൻഡ് ടെർമിനൽ കാർബൺ. ഈ സെക്കൻഡ് ടെർമിനൽ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്പർ കൊടുക്കുക. സോ ഇതിനകത്ത് പ്രയോറിറ്റി കൂടുതലായിരിക്കുക COOH നാണ്. സോ ഇതിന് 3 കൊടുക്കുക, ഇതിന് 4 കൊടുക്കുക. ക്ലിയർ? സോ ദ റൊട്ടേഷൻ ഈസ് ലൈക്ക് ദിസ് വേസ് 1, 2, 3 and 4. സോ ഏത് റൊട്ടേഷൻ ആണ്? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരിക. സോ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഫോർത്ത് ഇൻ ബിലോ ദ പ്ലെയിൻ ആണ്. ഫോർത്ത് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഫോർത്ത് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്താണോ കോൺഫിഗറേഷൻ കിട്ടിയത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ദാറ്റ് ഈസ് ഇറ്റ്സ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ആർ കോൺഫിഗറേഷൻ. ഇറ്റ് ഈസ് ആർ കോൺഫിഗറേഷൻ, റൈറ്റ്? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കുന്നത് സെക്കൻഡ് എക്സാമ്പിൾ ഇസ് C double bond C double bond C, and there is a COOH and here H. And here COOH and the same compound but ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ബിലോ ദ പ്ലെയിനിൽ H ആയിരുന്നു, എബവ് ദ പ്ലെയിനിൽ COH ആയിരുന്നു. അപ്പൊ നേരെ തിരിച്ചു കൊടുത്തു. ബിലോ ദ പ്ലെയിനിൽ COH കൊടുത്തു, എബവ് ദ പ്ലെയിനിൽ H കൊടുത്തു. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യുക. ഫസ്റ്റത്തെ കാർബൺ ആറ്റത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രയോറിറ്റി ഓർഡർ അല്ലെങ്കിൽ സീക്വൻസ് ഓർഡർ കൊടുക്കുക. സോ അത് പ്രകാരം COH നാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക, നമ്പർ 1. സെക്കൻഡ് അതേ കാർബണത്തിന് നമ്പർ ചെയ്യുക, രണ്ടാമത്തെ കാർബണിലേക്ക് പോയത് അതേ കാർബണത്തിന് നമ്പർ ചെയ്യുക, നമ്പർ 2. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെർമിനൽ കാർബണിലേക്ക് പോവാ. പ്രയോറിറ്റി കൂടുതൽ 3ക്കാണ്, റൈറ്റ്. ദെൻ 4നാണ്. അത് കഴിഞ്ഞാണ് ഹൈഡ്രജൻ എടുത്ത് വരുന്നത്. അപ്പോൾ റൊട്ടേഷൻ എങ്ങനെ വരിക? റൊട്ടേഷൻ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 ഇങ്ങനെയാണ് പോവുക റൊട്ടേഷൻ പോകുന്നത്. അപ്പോഴും എന്തിനാണ് ഏത് റൊട്ടേഷൻ ആണ്? ഇറ്റ്സ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ബട്ട് ദ ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് എബവ് ദ പ്ലെയിൻ. ഫോർത്ത് പ്രയോറിറ്റി വരുന്ന ഗ്രൂപ്പ് എബവ് ദ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതിന്റെ റിവേഴ്സ് ആണ് കിട്ടുന്നത്. സോ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കിട്ടുമ്പോൾ 6 ആണ് വരിക. പക്ഷേ ഫോർത്ത് ഈസ് എബവ് ദ പ്ലെയിൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൺഫിഗറേഷൻ എസ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? എസ് ആയിരിക്കും. ഇത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വഴിയാണ്. ഇതല്ലാതെ വേറെ കുറെ വഴികളുണ്ട്. പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നേരിട്ട് അവിടെ ഒരു പ്ലെയിൻ ഒരു ലൈൻ വരച്ചിട്ട് ഫസ്റ്റത്തെ ടെർമിനൽ കാർബൺ ആറ്റം എടുക്കുക, അതിന് 1 കൊടുക്കുക, അതിനകത്ത് 1, 2 ആരാന്ന് കൊടുക്കുക, അടുത്ത ടെർമിനൽ കാർബൺ പോവുക, ടെർമിനൽ കാർബൺ ആറ്റത്തിലേക്ക് പോവുക. അതായത് അതിൽ പ്രയോറിറ്റി കൂടിയ ആൾക്ക് 3 കൊടുക്കുക, പിന്നെ പ്രയോറിറ്റി കൂടിയ അടുത്ത പ്രയോറിറ്റിയിലുള്ള ആൾക്ക് 4 കൊടുക്കുക. ഓക്കെ, ഇത് മനസ്സിലായോ?
ഓക്കെ, ഇതില് പ്ലെയിനിലുള്ള കൊടുക്കണ്ട. കേട്ടില്ല. പ്ലെയിനില് ഇരിക്കുന്നതിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, സ്റ്റാർട്ട്. അതെ അതെ, പ്ലെയിനിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പ്ലെയിനിൽ. അപ്പൊ എബോ ദ പ്ലെയിൻ ബിലോ ദ പ്ലെയിനിൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ ഉണ്ട് ഇതിൽ. ഈ ഒരു മോളിക്യൂളിന് ഓർഡർ ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഇത് ബിലോ ദ പ്ലെയിൻ എബോ ദ പ്ലെയിൻ വരുമ്പോൾ ആർ എടുക്കണോ എസ് എടുക്കണോ നോർമൽ ഏതാണ് എടുക്കേണ്ടത് ഇതിലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് മാത്രമാണ്? ഫോർത്ത് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിനിൽ വന്നു കഴിഞ്ഞാല് ആറ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആറും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ് എബവ് ദ പ്ലെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനിലുള്ളത് എസ് ആകും, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലുള്ളത് ആർ ആവുന്ന പഠിച്ചു. ദാറ്റ് മീൻസ് നമ്മൾ ഓൺലി ഡിപെൻഡിങ് അപ്പോൺ ദ ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ്. അതേപോലെ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി, ഇത് മൂന്നും ഫോർത്ത് പ്രയോറിറ്റി, ഇത് നാലും വെച്ചിട്ട് അത് എബവ് ദ പ്ലെയിൻ ആണോ ബിലോ ദ പ്ലെയിൻ ആണോ നോക്കിയിട്ട് നമുക്ക് കോൺഫിഗറേഷൻ തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടേബിൾ കൂടി ഉണ്ട്. അതിനകത്തേക്ക് പോവാതെ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യാണ്, സിമ്പിൾ ആയിട്ട് പ്ലെയിനുള്ളത് കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് മാത്രം പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾ CSIR-നൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CSIR അതേപോലെ ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓരോ വർഷവും എക്സാം ടൈറ്റ് ആയിട്ടായി വരിക. അപ്പൊ അതുകൊണ്ട് ഈ ടേബിൾ പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ടേബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? സോ നമുക്കപ്പോ കുറച്ച് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുത്ത് നോക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ കോമ്പൗണ്ട്. ഞാനൊരു സ്പൈറൈൻ എടുക്കാം. സോറി, അല്ലീൻസ് തന്നെ ഒരു ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് അല്ലീൻസ് തന്നെ ഒരു ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു റിങ് കൊടുക്കുന്ന കോമ്പൗണ്ട്സ് ആണ് പറയാൻ പോകുന്നത്. Okay, this is the compound. So what is the absolute configuration of this compound? This is one of the CSIR question from I think 2014. What is the absolute configuration of this compound? ഇതിന്റെ absolute configuration എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇതിന് 1 കൊടുക്കുന്നു, ഫസ്റ്റ് കാർബൺ കൊടുക്കുന്നു, ഇതിന് 2 കൊടുക്കുന്നു, ഇത് എടുക്കുകയാണെങ്കിൽ ഇത് 3 കൊടുക്കുന്നു, ഇത് 4 കൊടുക്കുന്നു. So it's a clockwise rotation and fourth is below the plane, so it is R. Okay, ready or no? Okay, sir. So next we are going to discuss another example. It's a biphenyl. And here NO2. And here's COOH. And here COOH. And here NO2. So what is the configuration of this compound? What is the absolute configuration of this compound? Is it optically active or not? Optically active or not? Biphenyl ആണ്, orthopositional different substituents ആണ്, COOH ഒക്കെ bulky ആണ്, so it's optically active, right? ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ കൊടുക്കുക? നമ്മൾ ആദ്യം പ്ലെയിനിലുള്ള കൊടുക്കാം. NO2നാണോ ഫസ്റ്റ് പ്രയോറിറ്റി വരിക അതോ COOH-നാണോ ഫസ്റ്റ് പ്രയോറിറ്റി വരിക? NO2, നൈട്രജൻ, ഇവിടെ കാർബൺ, സോ ഫസ്റ്റ് പ്രയോറിറ്റി is NO2 and COOH second. Then ഇവിടെയോ 3 and this is fourth, right? So the rotation is like this ways 1 2 3.
Okay, so it's an anti-clockwise rotation. Am I right? But the fourth priority is above the plane. Fourth priority is in above the plane. ഇത് above the plane ആയതുകൊണ്ട് എന്താണോ കിട്ടുന്നത് അതിന്റെ റിവേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ നോർമൽ കേസിൽ ആന്റി ക്ലോക്ക് റൊട്ടേഷൻ എന്താ വരിക? എസ് ആണ് വരിക. പക്ഷെ ഫോർത്ത് above the plane ആകുമ്പോൾ എന്താ ആന്റി ക്ലോക്ക് റൊട്ടേഷൻ ഷുഡ് ബി ടേക്കൺ ആസ് ആർ. Now you clear? Yes or no? Yes. And next, another example. It's also a bifinale. നേരത്തെ എടുത്ത സെയിം ബൈഫൈൻ എടുക്കാണ്. അതിൽ ചെറിയൊരു മാറ്റം കൊടുത്തു. ബിലോ ദ പ്ലെയിനിൽ ഞാൻ സിഒ വെച്ച് കൊടുത്തു. ആൻഡ് അബവ് ദ പ്ലെയിനിൽ ഞാൻ എൻഒടി കൊടുത്തു. ആൻഡ് ദിസ് ഫിനൈൽ റിംഗ് ഇൻ ദി പെർപെൻഡിക്കുലർ ടു ദ ഫസ്റ്റ് റിംഗ്. ഇത് ഫസ്റ്റ് റിംഗിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് ഹിയർ NO2 ആൻഡ് ഹിയർ COH. Then what is the configuration? ഇവിടെ നമ്മൾ 1 കൊടുക്കും, ഇവിടെ നമ്മൾ 2 കൊടുക്കും, ഇവിടെ നമ്മൾ 3 കൊടുക്കും, ഇവിടെ നമ്മൾ 4 കൊടുക്കും. So the rotation is like this: is 1 2 3 4, 1 2 3 4. It's anti-clockwise rotation. And here the fourth priority group in the below the plane, so it is S. Okay. Okay. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? Yes, sir. Okay, now അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഫ്രം CSIR, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, June 2014 CSIR. Okay, see the question is the absolute configuration of the two stereogenetic center in the following molecule. എന്നിട്ട് മോളിക്യൂൾ വന്നിട്ടുണ്ട്. ഇത് സ്പൈറൈൻസോ അല്ലീൻസോ ഒന്നല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കോമ്പൗണ്ട് ആണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് ആണ്. സോ ഇറ്റ് ഈസ് എ ഡബിൾ ബോണ്ട് and double bond O, and so this is the compound. An option വന്നിട്ടുണ്ട്. Option 1 5R 6R. Option 2 5R 6S. Option A, option B, option C 5S 6R, and option D 5S 6S. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോളിക്യൂളിന് പേര് കൊടുക്കാൻ അറിയണം. അപ്പോഴാണ് നമുക്ക് 5 6 എന്നുള്ള നമ്പർ കിട്ടുന്നത്. ഇതിലിപ്പോ എല്ലാം 5 6 ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഇതിനകത്തുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O എന്നാണ്. അതിന് നമ്മൾ നമ്പർ 1 കൊടുക്കുക. പിന്നെ ഈ സൈഡിൽ കൂടെ നമ്പർ ചെയ്യേണ്ടത്, ഈ സൈഡിൽ കൂടെ നമ്പർ ചെയ്യേണ്ടത്. വൈ? ബിക്കോസ് ദർ ഇസ് എ ഡബിൾ ബോണ്ട്. സോ ഡബിൾ ബോണ്ടിന് അടുത്ത പ്രോജക്റ്റ് വരണം. സോ 1 2, so this is 1 and this is 2 3 4 5 6. So ഇവിടെ രണ്ട് chiral carbon atom ഉണ്ട്. So this is the first chiral carbon number 5 and this is the second chiral carbon number 6. അപ്പോൾ നമ്പർ 5ന്റെ പ്രയോറിറ്റി കൊടുക്കുക, നമ്പറിന്റെ 6ന്റെ കൊടുക്കുക. നമ്പർ 5 ആദ്യം കൊടുത്തു. നമ്പർ 5 കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് കൊടുക്കുക. അത് എല്ലായിടത്തേക്കും കാർബൺ ആറ്റം തന്നെ പോകുന്നത് അല്ലേ? പക്ഷെ ഡിഫറെന്റ് ആണ്, 4 ഭാഗത്തേക്കുള്ള ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ എവിടേക്ക് ഫസ്റ്റ് കൊടുക്കുക? ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാർബൺ അല്ലെ, ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആദ്യം കാർബൺ, ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആദ്യം കാർബൺ. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ 2 ഹൈഡ്രജൻ CH2 എന്ന് പറഞ്ഞ 2 ഭാഗം ഉണ്ടാവും, 2 H ഉണ്ടാവും, പിന്നെയാണ് കാർബൺ. ഇവിടേക്ക് പോവുകയാണെങ്കിലോ ഇവിടെയും കാർബൺ, ഇവിടെയും കാർബൺ. ഇവിടെ വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ഇവിടെയും കാർബൺ, ഇവിടെയും കാർബൺ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ C ഡബിൾ ബോണ്ട് O ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു C ഡബിൾ ബോണ്ട് O ഉണ്ട്. സോ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗിവൻ ടു വിച്ച് കാർബൺ? ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കാം നമ്പർ 1 അല്ലെ. പിന്നെ താഴേക്ക് വരിക നമ്പർ 2.
പിന്നെ ഈ സൈഡിലേക്ക് വരും നമ്പർ 3. പിന്നെ ഒരു 4 ഉണ്ട്, അത് എവിടെയാ? ഇത് ബിലോ ദ പ്ലെയിൻ ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ കിടക്കുന്നുണ്ട്, അത് എബോ ദ പ്ലെയിൻ ആണ് നമ്മൾ ഊഹിച്ചോണം, H. റൊട്ടേഷൻ എന്താ വരിക? റൊട്ടേഷൻ 1, 2, 3. It is an anti-clockwise rotation. Sorry, it is clockwise rotation, right? Not an anti-clockwise rotation, it is clockwise rotation. അല്ലേ? ഇത് ക്ലോക്ക്വൈസ് അല്ലേ വരുന്നത്? അങ്ങനെ വരികയാണെങ്കിൽ ക്ലോക്ക്വൈസ് അല്ലേ? So clockwise rotation, but the fourth priority on above the plane. Fourth priority on above the plane, hydrogen. So അപ്പോൾ എന്താ സംഭവിക്കുക? എന്താണോ കിട്ടുന്നത് അതിന്റെ റിവേഴ്സ് എടുക്കണം. So it is 5s. So 5s എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം കട്ട് ചെയ്യാം. ഓക്കെ, 5s. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകണമെങ്കിൽ ശ്രദ്ധിക്കുക, ഓക്കെ, ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ സി ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ അതിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരാം. പിന്നെ ഇവിടെ താഴേക്ക് ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കാർബൺ, പിന്നെ ഇങ്ങോട്ട് കാർബൺ, 2 കാർബൺ ആറ്റം വരുന്നുണ്ട്, ഇങ്ങോട്ടും കാർബൺ ആണ്. സോ നമ്പർ 2. ദെൻ ഇവിടെ ഈതൽ ഗ്രൂപ്പ് ഉണ്ട്, നമ്പർ 3. പിന്നെ ഒരു CH3 ഉണ്ട്, അത് നമ്പർ 4. സോ ദ റൊട്ടേഷൻ ഇസ് ലൈക്ക് ദിസ് വേസ് 1, 2, 3, 4. So it's an anti-clockwise rotation, 1, 2, 3, 4 anti-clockwise rotation, and 4th is above the plane. 4th is above the plane. So anti-clockwise rotation ആണെങ്കിൽ S ആണ് വരിക, പക്ഷെ 4th above the plane ആയതുകൊണ്ട് എന്ത് വരും? 4th above the plane ആയതുകൊണ്ട് തിരിച്ചു വരും. So the configuration is R. So the answer will be 5s, 6R. Option C is the correct answer, right? Is it clear? Any doubt? Okay അല്ലേ? ഓക്കെ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി CSIR June 2013. Okay, so the question is like this ways, PH, and here double bond, and CO, sorry, below the plane letter OH. And what is the IUPAC name of this compound? What is the IUPAC name of this compound? ഇതിന്റെ IUPAC name എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ IUPAC നെയിമിൽ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 തന്നിട്ടുള്ളത് within bracket 2R 3Z close bracket 7 phenyl hept 7 phenyl hept 3 in 2 all എന്നാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ 7 ഫിനൈൽ ഹെപ്റ്റ് 3 in 2 all എന്നുള്ള എല്ലാ ഓപ്ഷനിലും ശരിയാണ്, എല്ലാ ഓപ്ഷനിലും ഒരേപോലെ കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അതിൽ നമുക്ക് മാറ്റം വരുത്തണ്ട, ഇവിടെ മാത്രമുള്ള കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് 2R 3E. ബാക്കി 7 ഫിനൈൽ ഹെപ്റ്റ് 3 തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. ദെൻ ഓപ്ഷൻ സി വരികയാണെന്നുണ്ടെങ്കിൽ 2S 3Z. ദെൻ ഓപ്ഷൻ ഡി വരികയാണെങ്കിൽ 2S 3E. ഓക്കെ, അപ്പൊ ഈ E ആൻഡ് Z നോമൻക്ലേച്ചർ എന്താണെന്ന് വെച്ചാല് അത് സിസ്ട്രാൻസ് പോലത്തെ നോമൻക്ലേച്ചർ ആണ്, ആൽക്കീനിൽ വരുന്ന നോമൻക്ലേച്ചർ ആണ്. അതിൽ E എന്ന് പറഞ്ഞാൽ എനിമി എന്ന് ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് ട്രാൻസ് ഐസോമർ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക, ട്രാൻസ് ഐസോമർ. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക E. ഓക്കെ, ദെൻ Z എന്ന് പറഞ്ഞാൽ സിസ് ആണെന്ന് വിചാരിക്കുക, സെയിം സൈഡ്, സെയിം ഗ്രൂപ്പ്സ് സെയിം സൈഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ക്ലബ് ചെയ്താൽ ചോദിച്ചിട്ടുള്ളത്. Z ആദ്യം ചോദിച്ചിട്ടുണ്ട്, RS ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കുന്നത് ഇവിടെ വരിക അല്ലെ, അവിടെയാണ് കൈകാൽ കാർബണേറ്റ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒപ്റ്റിക്കൽ എടുത്ത് നോക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും വരിക, OH വരുമ്പോൾ ഓക്സിജൻ ആണ് വരിക. സെക്കൻഡ് ഇങ്ങോട്ട് പോകണ ഈ കാർബൺ ചെയിനാണ് വരിക 2. തേർഡ് ഇങ്ങോട്ട് വരുന്ന മീഥേനാണ് വരിക. പിന്നെ ഫോർത്ത് ഉണ്ട് ഇവിടെ, ഫോർത്ത് എവിടെയാണ്? ഹൈഡ്രജൻ ആണ് വരിക, അത് എബോവ് ദ പ്ലെയിൻ ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക. സോ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും വരിക? 1, 2, 3. ഇറ്റ്സ് എ ക്ലോക്ക്വൈസ് റൊട്ടേഷൻ, ബട്ട് the fourth is above the plane. Clockwise rotation ആണ്, പക്ഷെ fourth above the plane ആണ്. അപ്പോൾ സംഭവിക്കും fourth ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് above the plane ആണ്. സോ R എന്നുള്ളത് എന്തായി മാറും? fourth above the plane ആകുമ്പോൾ S ആയി മാറും. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും കട്ട് ചെയ്യാം. അപ്പോ 2S എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്, 2S എന്നുള്ള തേർഡും ഉണ്ട്, ഫോർത്തും ഉണ്ട്. അപ്പൊ 3Z ആണോ E ആണോ നോക്കാം. Z ആണോ E ആണോ എങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് നോക്കാം.
ഈ ഡബിൾ ബോണ്ടിലേക്ക് നോക്കൂ. ഈ ഡബിൾ ബോണ്ട് എങ്ങനെയാണ് കിടക്കുന്നത്? അതില് CH3 താഴേക്കാണ്. ഇവിടുന്ന് ബാക്കി വരുന്ന CH3 താഴേക്കും ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന CH3 മുകളിലോട്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ട്രാൻസ്ലേസ്. ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മുകളിലേക്ക്, ഒന്ന് താഴേക്ക് മറ്റൊന്ന് മുകളിലേക്ക്. സോ ഇറ്റ്സ് എൻ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ആ ഹൈഡ്രജൻ സൈഡിലാണ് വരിക. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ആണ് വരിക. സോ ഇറ്റ്സ് എൻ ഈ കോൺഫിഗറേഷൻ. സോ ദ ആൻസർ വിൽ ബി 2s and 3e hep 7 phenyl hept 3-ene-2-ol. So that is the IUPAC name of this compound. Okay, so option D is the correct answer. Option D. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ CSIR പോലത്തെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, R and S nomenclature. അതിൽ E and Z എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ദെൻ ഗേറ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. സോ ഗേറ്റ് 2016 അതൊരു അല്ലീന് പോലത്തെ കോമ്പൗണ്ട് ആണ്. ഓക്കെ, so the compound in R configuration is a question. The compound in R configuration. The compound in R configuration is option A. Option A. This is option A. Double bond CH3 and H, and here C2H5 and here H. Where is about the option B? One second. CH3 above the plane and CH3 below the plane, and CH3 and here H. And another option C, CH3 below the plane and H above the plane, and here CH3 and here CH3. And option D, CH3 below the plane and H above the plane, and here H and here CH3. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഓപ്ഷൻ ബി ആണ്. അതിൽ ഈ രണ്ട് സൈഡിലും ഒരേ ഗ്രൂപ്പുകളാണ്. ഓക്കെ, CH3 അങ്ങനെ ടെർമിനൽ കാർബണിൽ ഒരേ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് അടുത്തത്. അതിൽ ഈ ടെർമിനൽ കാർബണിൽ രണ്ട് CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്യില്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. സോ ഇനി രണ്ട് ചാൻസ് ഉള്ളത്, ഐദർ എ ഓർ ഡി. എ ആണോ ഡി ആണോ? അപ്പൊ നമ്മൾ എയിൽ എങ്ങനെ പേര് കൊടുക്കാം പഠിച്ചിട്ടുണ്ട്. എയിൽ എങ്ങനെ പേര് കൊടുക്കാം? നമ്മൾ ആദ്യം ഇവിടെ നമ്പർ കൊടുക്കാം അല്ലെ? സോ ഹിയർ ഈ കാർബണേറ്റ് എടുക്കാം. അപ്പൊ ഈ കാർബണേറ്റ് എടുക്കണമെങ്കിൽ C2H5 നമ്പർ 1 കൊടുത്തു, H നമ്പർ 2 കൊടുത്തു. ദെൻ CH3 ഈ കാർബണേറ്റ് വന്നു, CH3 നമ്പർ 3 വന്നു, then H number 4. So the rotation is like this ways 1, 2, 3. So it is an anti-clockwise rotation. Anti-clockwise rotation വരികയാണെങ്കിൽ S ആണ് വരിക. പക്ഷെ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, the fourth is above the plane. Fourth above the plane ആണെങ്കിൽ എന്താണോ കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. So it is R configuration. So the question is, the compound in R configuration is option A is the right answer. Option A is correct ആയിട്ട് വരിക. Are you clear? Any doubt? Any doubt? No sir. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ എക്സാമ്പിൾസും പുതിയ പുതിയ CSIR ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾ നമ്മളൊരു HSA സെറ്റ് ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. CSIRന്റെ തന്നെ B പാർട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത
ക്ലാസ് മറ്റൊരു ദിവസം കാണാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ദിവസം കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം.